നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ രണ്ടാം ഭാര്യ ശ്രീകലയും മകൾ ശ്രീലക്ഷ്മിയെയും കുറിച്ച് സംസാരിച്ച് സംവിധായകൻ. ജഗതിയുടെ ആദ്യ ഭാര്യയിലെ രണ്ട് മക്കളും ശ്രീലക്ഷ്മിയോട് ചെയ്തത് തെറ്റാണെന്ന് സംവിധായകൻ പറയുന്നു. തൻ്റെ യൂട്യൂബ് ചാനലിലാണ് പരാമർശം. എൻ്റെ മകൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വളരെ സന്തോഷത്തോടെ വന്നു. അച്ഛാ, ജഗതി അങ്കിൾ ഇന്ന് സ്കൂളിൽ വന്നിരുന്നു. അങ്കിളിൻ്റെ മകൻ എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ജഗതിയുടെ മകളോ? രാജ്കുമാറും പാർവതിയും സ്കൂളിൽ പഠിക്കേണ്ട പ്രായം കഴിഞ്ഞു. വലിയ പിള്ളേരായി. പിന്നെ ഏത് മകളെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. കാര്യങ്ങൾ അത്ര പന്തിയില്ലെന്ന് എനിക്ക് തോന്നി. ആ പരീക്ഷാകാലത്ത് മകനെ വിളിക്കാൻ സ്കൂളിൽ ഞാൻ ചെന്നു. ദൂരെ നിന്ന് ഒരു സ്ത്രീ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. "എന്നെ മറന്നോ?" എന്ന് ചോദിച്ചു. ആളിനെ എനിക്കറിയാം. ഇല്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. "എൻ്റെ മകൾ ഇവിടെയാണ് പഠിക്കുന്നത്, സാറിൻ്റെ മകൻ്റെ ക്ലാസ്സിൽ." സാറിനെക്കുറിച്ച് മകൻ പറയുന്നത് മകൾ വന്ന് പറയാറുണ്ട്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. അച്ചുവിനോടൊപ്പം മിടുക്കിയായ പെൺകുട്ടി നടന്നു വരുന്നു. ശ്രീലക്ഷ്മി. പി.സി. ജോർജിനെ പേടിക്കാതെ ജഗതി ഇരുന്ന സീറ്റിൽ ഓടിക്കയറി ശ്രീലക്ഷ്മി. മുസൽമാനായ യുവാവിനെ രാജകീയമായി വിവാഹം ചെയ്ത് ഗൾഫിൽ ജീവിക്കുന്നു. ശ്രീലക്ഷ്മിയും ശ്രീകലയും കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വിഷമമുണ്ട്. ജഗതി ചേട്ടന് ആക്സിഡന്റ് ക്ലെയിമിൽ 11.5 കോടി രൂപ കിട്ടി. രണ്ട് മക്കളും വീതിച്ചെടുത്തോട്ടെ. പക്ഷേ അച്ഛൻ പരസ്യമായി എൻ്റെ മകളെന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് 50 ലക്ഷമെങ്കിലും കൊടുക്കാമായിരുന്നു. വലിയ വായിൽ വേണ്ടാതീനം മാത്രം പറയുന്ന പി.സി. ജോർജ് മക്കളെ രണ്ടുപേരും കൂടി വീതിച്ചെടുക്കാൻ ഒത്തുകൂടാ. ആ കുട്ടിയും ജഗതിയുടെ ബീജമല്ലേ? 50 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പി.സി. ജോർജ് മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് ഞാൻ പറഞ്ഞേനെ എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തനിക്ക് ശ്രീലക്ഷ്മി എന്ന മകളുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ ജഗദീഷ് കുമാർ പറഞ്ഞിരുന്നു. ജഗതി സിനിമാരംഗത്ത് സജീവമായിരുന്ന കാലത്തെ പോലെ ആയിരുന്നില്ല അപകടം പറ്റിയതിനു ശേഷം. കിടപ്പിലായ അച്ഛനെ കാണാൻ പോലും തനിക്ക് അനുവാദമില്ലെന്ന് ശ്രീലക്ഷ്മി പറയുകയുണ്ടായി. ജഗതി ഒരു പൊതുവേദിയിൽ ഇടിച്ചുകയറിയ പാർവതി അച്ഛനോട് സംസാരിച്ചത് മുമ്പൊരിക്കൽ വാർത്തയായിരുന്നു. ചില സിനിമകൾ ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്, എന്നാൽ കരിയറിൽ സജീവമല്ല. വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുകയും ചെയ്തു.